ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡിമോണ്ടി കോളനി 2 എന്ന മൂവിയാണ്. ഡിമോണ്ടി കോളനി എന്ന ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ആർക്കും തന്നെ ഈ ഒരു മൂവിയുടെ സ്റ്റോറി റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ മൂവിയിലേക്ക് കിടക്കാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ ഡെബി ആകട്ടെ CCTV ദൃശ്യങ്ങൾ കാണുന്നതാണ്. അതിലെല്ലാം തന്നെ കുറച്ച് ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. അക്കൂട്ടത്തിൽ അവളുടെ ഹസ്ബൻഡായ സാമും ഉണ്ടായിരുന്നു. ജൂൺ 6, 2009 ഈ ആത്മഹത്യകളെല്ലാം തന്നെ നടക്കുന്നത്. കഥ പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഡെബിയെ അവളുടെ അമ്മയും അച്ഛനും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാം മരിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും അവന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ഡെബി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമിന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് തന്നെ അവന്റെ സ്പേംസ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ച് അവൾ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുകയാണ്. സാമിന്റെ കുഞ്ഞിനെ അവൾക്ക് വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ 2 തവണയും അത് ഫെയിലായി. താൻ വീണ്ടും ശ്രമിക്കുമെന്ന് തന്റെ അച്ഛന്റെ അമ്മയുടെ മുൻപിലിരുന്ന് അവൾ പറയുകയാണ്. ആകെ അവൾ പറയുന്നത് മനസ്സിലാകുന്നത് സാമിന്റെ അച്ഛന് മാത്രമായിരുന്നു. അയാളാണ് എപ്പോഴും ഡെബിയുടെ കൂടെ നിന്നിരുന്നത്. ഡെബി പിന്നീട് തന്റെ പഴയ കാലത്തെ പറ്റി ആലോചിക്കുന്നു. ഡെബിയും സാമും പ്രണയിച്ചവരാണ്. അങ്ങനെ ഇരിക്കെയാണ് സാമിന് ക്യാൻസർ വരുന്നത്. ആശുപത്രി കിടക്കിൽ കിടക്കുമ്പോഴാണ് ഡെബി അവനെ വിവാഹം കഴിക്കുന്നത്. അവന്റെ അസുഖമെല്ലാം മാറിയ ശേഷം നല്ല രീതിയിൽ അവർ ജീവിച്ചു വരികയായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു കാരണവുമില്ലാതെ സാം ആത്മഹത്യ ചെയ്യുന്നത്. സാമിന്റെ ആത്മഹത്യയുടെ പിന്നിലുള്ള കാരണം അന്വേഷിച്ച് ഡെബി ഒരുപാട് പോയെങ്കിലും അവൾക്ക് അതിന് ഉത്തരം കിട്ടിയില്ല. അന്ന് സാമിന്റെ ഓർമ്മ ദിവസമായിരുന്നു. അവർ സാമിന്റെ കല്ലറയിൽ പൂവൊക്കെ വെച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ട്. ഡെബി പോയി നോക്കുമ്പോൾ കാണുന്നത് ഡിമോണ്ടി കോളനി ഫസ്റ്റ് മൂവിയിൽ ഒരു ജോത്സ്യം മരിക്കുമല്ലോ, ആ ഒരു സീനാണ്. അവൾ അത് കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ശ്രീനിയെയും കാണുന്നുണ്ട്. അതായത് ഈ ശ്രീനിയും കൂട്ടുകാരും ജോത്സ്യനെ കാണാൻ വന്ന ആ ദിവസമില്ലേ, അന്ന് തന്നെയല്ലേ ജോത്സ്യം മരിക്കുന്നത്. ആ ഒരു ദിവസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ സാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന്. അങ്ങനെ അതിന്റെ ഓപ്പണിംഗ് ഡേ ആയിരുന്നു അന്ന്. ഡെബിയും സാമിന്റെ അച്ഛനും ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നു. അവിടെയായിട്ട് കുറച്ച് സന്യാസിമാരും വന്നിട്ടുണ്ടായിരുന്നു. അവര് ഡെബിയുടെ കയ്യിൽ ഒരു ശില കൊടുക്കുന്നുണ്ട്. ഒരുപാട് ശക്തിയുള്ളൊരു ശിലയാണിതെന്നും പറയുന്നു. ഇത് ഈ ഹോട്ടലിന് എപ്പോഴും നല്ലത് മാത്രമേ വരുത്തൂ. അങ്ങനെ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപ് മരിച്ചുപോയ സാമിന് വേണ്ടിയിട്ട് അവർ 2 നിമിഷം കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് മുകളിൽ നിന്നും കുറെ സ്പൂണുകൾ താഴേക്ക് വീഴുന്നു. ഇത് കണ്ടതും പെട്ടെന്ന് ഡെബിക്ക് സാം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഡെബിയെ വിളിച്ചിട്ട് വിളിക്കേക്കാത്ത കാരണം അവനാകട്ടെ ഒരു സ്പൂൺ എടുത്ത് നിലത്തേക്കിട്ടിരുന്നു. എനിക്കിനി എപ്പോ നിന്നെ വിളിക്കണമെന്ന് തോന്നിയാലും നിന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാലും ഞാൻ ഈ ഒരു സിഗ്നൽ ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് സാമിന്റെ ആത്മാവ് തന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നെന്ന് ഡെബിക്ക് തോന്നുന്നു. അവൾ സാമിന്റെ അച്ഛനോട് പറയുന്നുണ്ട്, നമുക്ക് ഒരു തവണ കൂടി സാമിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ ശ്രമിക്കാമെന്ന്. ഇതിനു മുൻപ് അവർ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അതെല്ലാം തന്നെ ഫെയിൽ ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും ആ സന്യാസിമാരുടെ സഹായത്തോടു കൂടി അവർ സാമിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ഡെബി അങ്ങനെ അവിടേക്ക് പോവുകയായിരുന്നു. ഡെബി പോകുന്ന വഴിയിൽ തന്നെ ശ്രീനിയും ഇരിക്കുന്നത് കാണാം. ശ്രീനിയും അവന്റെ സുഹൃത്തുക്കളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ട് മൂവിയിൽ ഇവർ മരിക്കുന്നതിന് മുൻപുള്ള സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് അങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിർത്തുകയാണ്. എന്നിട്ട് സീൻ വേറൊരിടത്താണ് കാണിക്കുന്നത്. അതായത് ഈ ശ്രീനിക്ക് ഒരു ഇരട്ട സഹോദരനുണ്ട്. അവന്റെ പേര് രഘു എന്നാണ്. രഘുവിന്റെയും ശ്രീനിയുടെയും അച്ഛൻ മരിച്ചിരിക്കുന്നു. അയാൾക്ക് 2ാം ഭാര്യയിൽ ഒരു മകള് കൂടിയുണ്ട്. അതുകൊണ്ട് സ്വത്തുക്കൾ ആർക്കൊക്കെയാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് അറിയണം. അതുകൊണ്ട് വിൽപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് രഘുവിന്റെ ചിറ്റപ്പനാണ്. അയാൾ ഒരു വക്കീലായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് അവരുടെ അച്ഛന്റെ സ്വത്തിന്റെ 25% രഘുവിനും, 5% 2ാമത്തെ ഭാര്യയിലുള്ള മകൾക്കും, ബാക്കി 70% രഘുവിന്റെ ഇരട്ട സഹോദരനായ ശ്രീനിക്കുമാണെന്നാണ്. ഇത് കേട്ടതോടുകൂടി രഘുവിനും ആ പെണ്ണിനും ദേഷ്യം വരാൻ തുടങ്ങി. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇതിനെതിരെ കോടതിയിൽ പോകുമെന്ന്. 70% ശ്രീനിക്കാണെന്ന് അറിഞ്ഞതോടുകൂടി രഘു ആകെ തകരുന്നു. കാരണം ഈ സ്വത്തുക്കൾ കിട്ടിയിട്ട് അവനൊരു ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വീടിന്റെ ടെറസിൽ പോയി നിന്നിട്ട് രഘുവും ചിറ്റപ്പനും സംസാരിക്കുകയാണ്. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, ശ്രീനിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. അവന്റെ ഒന്നും എടുത്തു പോയി പിച്ചെടുക്കാൻ എനിക്ക് വയ്യാന്ന് രഘു പറയുന്നു. എന്നാൽ ആ ചിറ്റപ്പനാകട്ടെ ശ്രീനിയെ വിളിക്കുന്നു. ശ്രീനി ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പോഴാണ് നേരത്തെ കാണിച്ച ആ സീനിലേക്ക് വരുന്നത്. തന്റെ ചിറ്റപ്പനാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായതും ശ്രീനി പറയുന്നുണ്ട്, മേലാൽ എന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു പോകരുതെന്ന്. മരിക്കുന്നതിന് മുൻപ് തന്നെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ തെരുവിലേക്ക് എറിഞ്ഞ് അവരെന്തെങ്കിലും നമ്മളെ വിളിക്കാൻ വരും, അന്ന് മൈൻഡ് പോലും ചെയ്യരുതെന്ന്. അവനങ്ങനെ ദേഷ്യത്തിൽ കോള് കട്ടാക്കുന്നു. അപ്പോഴാണ് ഡെബി അതുവഴി പാസ് ചെയ്തു പോകുന്നത്. അവൾ ആ സന്യാസിമാരുടെ അടുത്ത് ചെന്നിട്ട് സാമിന്റെ ആത്മാവുമായിട്ട് സംസാരിക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സാമിന്റെ ആത്മാവിനെ കാണണമെങ്കിൽ അവരുടെ ലോകത്തേക്ക് പോകണം. അതിനുവേണ്ടി സഹായം ഈ സന്യാസി ചെയ്തു കൊടുക്കും. എന്നാൽ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ അപ്പൊ തന്നെ തിരിച്ചു വരണം. അങ്ങനെ ആ സന്യാസിമാർ നടത്തുന്ന ചടങ്ങിലൂടെ ഡെബി ആകട്ടെ ആ ആത്മാക്കളുടെ ലോകത്തിലേക്ക് പോകുന്നു. അവിടെ ഒരുപാട് പേരെ തൂങ്ങി മരിച്ച നിലയിൽ കാണാമായിരുന്നു. അവൾ ഇതെല്ലാം കണ്ട് പേടിച്ചാണ് പോകുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന പേന കൊണ്ട് ഇവിടെ ഇരുന്ന് ഡെബി എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു. അതിൽ കൂടുതലും ഹെൽപ്പ് ഹെൽപ്പ് എന്ന് തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. ആ ലോകത്താകട്ടെ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം മുകളിലായിട്ട് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, ഒരു തലവൻ എന്ന പോലെ. ഡെബി അവിടെ വെച്ച് സാമിന്റെ ആത്മാവിനെയും കാണുന്നു. തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് സാം അവളോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ആ സന്യാസി പറയുന്നു, ഡെബി എത്ര
എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരാൻ, ഇനി അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന്. അങ്ങനെ ഡെബിയുടെ ആത്മാവ് ആ ലോകത്തു നിന്നും തിരിച്ചു വരുന്നു. അപ്പോഴാണ് അവൾ എഴുതി പൂർത്തിയാക്കിയ ആ പേപ്പർ അവർ നോക്കുന്നത്. അതിലുണ്ടായിരുന്നത് 2 പേരുടെ മുഖമായിരുന്നു. ഒന്ന് രഘുവിന്റെയും രണ്ടാമത് ശ്രീനിയുടെയും. അതായത് അവരോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ആത്മാക്കളായിരുന്നു. ഈ സമയം തന്നെ നമ്മളെ മൂവിയുടെ ഫസ്റ്റ് പാർട്ടിലെ ക്ലൈമാക്സ് സീനും കാണിക്കുന്നുണ്ട്. അതായത് ആ കെട്ടിടത്തിൽ നിന്ന് ചാടിയ ശേഷം ശ്രീനി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഹെൽപ്പ് ചോദിക്കുന്നില്ലേ, ആ ഒരു സീൻ. അവൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ താൻ മരിച്ചുപോയി എന്ന്. ഈ 2 സംഭവങ്ങളും നടക്കുന്നത് ഒരേ സമയത്താണ്. ഡെബി സാമിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നതും ശ്രീനി ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവവും എല്ലാം തന്നെ നടക്കുന്നത് 2015 ജൂൺ 6-നാണ്. കഥ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. വീണ്ടും 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് ഇനി കാണിക്കുന്നത്. 5/6/2021. ആ സന്യാസിമാരുടെ അടുത്ത് നിൽക്കുകയാണ് ഡെബി. അവിടേക്ക് കുറച്ചു പേർ വന്നിട്ട് ഒരു ആയുധം കൊടുക്കുന്നുണ്ട്. ഒരുപാട് പൂജകൾ ചെയ്ത് നിർമ്മിച്ചതാണ്. ശ്രീനിയെയും ഡെബിയെയും രക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്നാണ് അവര് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിയാണ്. 2015 ജൂൺ 6-ന് ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ ശ്രീനി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇപ്പോഴും കോമാ സ്റ്റേജിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എല്ലാം തന്നെ ഡെബിയും സാമിന്റെ അച്ഛനും ചേർന്നിട്ടാണ്. അയാൾ ഒരു ഡോക്ടർ ആയിരുന്നു. ഇതേസമയം തന്നെ കോടതിയിൽ സ്വത്തിന് വേണ്ടിയുള്ള കേസ് നടക്കുകയാണ്. 6 വർഷമായിട്ട് കോമയിൽ കിടക്കുന്ന ശ്രീനി ഇനി ഉണരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവന് ദയാവധം അനുവദിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കളെല്ലാം തന്നെ രഘുവിന് കിട്ടും. ഒടുവിൽ കോടതി ഈ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പേപ്പറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് രഘുവും ചിറ്റപ്പനും. പക്ഷെ അവിടെ വെച്ച് ഡെബിയും സാമിന്റെ അച്ഛനും ചേർന്നിട്ട് രഘുവിനെ തടയുന്നുണ്ട്. ശ്രീനി എന്തെങ്കിലും കാരണവശാൽ മരിച്ചു കഴിഞ്ഞാൽ രഘുവും മരിക്കും. ഇത് കേട്ട് രഘു ഞെട്ടി. 2015 ജൂൺ 6-ാം തീയതി ശ്രീനിക്ക് പറ്റിയ അതേ അപകടം നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. ഡെബി അത് പറഞ്ഞപ്പോഴാണ് അത് ശരിയാണെന്ന് രഘുവിനും മനസ്സിലായത്. തന്റെ ചിറ്റപ്പന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കാല് തെറ്റി രഘു അവിടെ നിന്നും താഴേക്ക് വീണിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലയിൽ അവൻ കുരുങ്ങി. പക്ഷേ അവന്റെ വയറ്റിലേക്ക് അവിടെ ഉണ്ടായിരുന്ന കമ്പി ചെറിയ രീതിയിൽ തുളച്ചു കയറിയിരുന്നു. അതിന്റെ പാട് ഇപ്പോഴും അവന്റെ വയറ്റിലുണ്ട്. അവൻ തലനാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത്. അതിന് കാരണവും ഡെബി തന്നെയായിരുന്നു. സാമിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഹെൽപ്പ് ആവശ്യപ്പെട്ടത് ശ്രീനിയുടെയും രഘുവിന്റെ ആത്മാക്കളായിരുന്നു. അങ്ങനെ ആ ഫേസിന്റെ ഉടമകളെ അന്വേഷിച്ച് അഡ്രസ് കണ്ടെത്തി അവിടേക്ക് വരുമ്പോഴാണ് ശ്രീനിയെ അപ്പാർട്ട്മെന്റിൽ നിന്നും താഴേക്ക് ചാടി കമ്പിയിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഡെബിയും അവളുടെ അങ്കിളും ചേർന്നിട്ടാണ് അന്ന് ശ്രീനിയെ അവിടെ നിന്നും രക്ഷിച്ചത്. രഘുവിനെയും കൂട്ടി അവർ ആ സന്യാസിയുടെ അടുത്തെത്തുന്നുണ്ട്. അയാള് അവനെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരുടെ 2 പേരുടെയും ആത്മാക്കൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ശ്രീനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രഘുവും മരിക്കും. സാമിന്റെ മരണത്തിന്റെ അന്ന് സംഭവിച്ച കാര്യങ്ങളും എല്ലാം തന്നെ രഘുവിനോട് അവര് പറയുന്നുണ്ട്. അന്ന് ശ്രീനിയുടെ അപകടത്തിന് ശേഷം അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഡെബി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. വിലപിടിപ്പുള്ള ഒന്നും തന്നെ പോയിട്ടില്ല. അവിടെ നിന്ന് ഡെബിക്ക് ശ്രീനിയുടെ കൂട്ടുകാരൻ രാഘവന്റെ ഒരു ലൈബ്രറി കാർഡ് കിട്ടുന്നുണ്ട്. ഈ ലൈബ്രറിയിൽ തന്നെയായിരുന്നു ഡെബിയുടെ ഹസ്ബൻഡ് സാമും പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോയി അന്വേഷിക്കുമ്പോൾ ഇവർ 2 പേരും ഒരേ ബുക്കാണ് ലാസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കുന്നത്. എന്നാൽ സാമും രാഘവനും പരസ്പരം കണ്ടിരിക്കാൻ ഒരു വഴിയുമില്ല. കാരണം സാമിന്റെ മരണത്തിനൊക്കെ ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് രാഘവൻ ഈ ലൈബ്രറിയിൽ മെമ്പർ ആകുന്നത്. അങ്ങനെ ഇവർ 2 പേരും അവസാനമായിട്ട് എടുത്ത ആ ബുക്ക് ആരൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് അവർ എടുക്കുന്നുണ്ട്. അത് കുറച്ചു പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാൽ എടുത്തവരാരുമല്ല തിരിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ലൈബ്രറിയും തന്നെ അത് കണ്ടെത്തി തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കൂടുതൽ അന്വേഷിച്ചു പോകുമ്പോഴാണ് ആ ബുക്ക് എടുത്ത എല്ലാവരും തന്നെ മരിച്ചു എന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അവരെല്ലാവരും മരിച്ചത് ജൂൺ 6-ാം തീയതിയായിരുന്നു. ആ ബുക്കിനും മരിച്ചവർക്കും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ പോകുന്നതിനിടയിൽ രാഘവൻ എഴുതിയ ഡിമോണ്ടി കോളനി എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ് അവർ കാണുന്നു. അതവർ വായിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: 6 വർഷത്തിലൊരിക്കൽ ജൂൺ 6-ാം തീയതി ഡിമോണ്ടി കോളനി വീടിനുള്ളിൽ നിന്ന് ആ ചെയിൻ കിട്ടും. ചെയിന് അമാനുഷികമായ ശക്തികളുണ്ട്. അതിലൂടെ ആൾക്കാരെ ബലി കൊടുക്കുകയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ആ ചെയിൻ എടുക്കാൻ ശ്രമിച്ച എല്ലാവരും തന്നെ മരിച്ചിരിക്കുന്നു. മരിച്ച എല്ലാവരുടെയും ആത്മാക്കൾ ഒരു പുനർജന്മമില്ലാതെ ആ നരകത്തിൽ പോയി കഷ്ടപ്പെടും. അവിടെ ഇവർക്കെല്ലാം തലവനായിട്ട് ആ ഡിമോണ്ടിയും ഉണ്ടാകും. എല്ലാ 6 വർഷത്തെ ഇടവേളയിലും ഇതൊരു സൈക്കിള് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു തവണയെങ്കിലും തടഞ്ഞെങ്കിൽ മാത്രമേ ഇത് അവസാനിക്കൂ. അങ്ങനെ ഈ വർഷമെങ്കിലും ഈ ഒരു സൈക്കിള് അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ്. രഘുവും അവരുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. ഡെബി വീണ്ടും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തതെല്ലാം തന്നെ വേസ്റ്റ് ആയി. എല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഒരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ സെർവന്റ് അവളുടെ കയ്യിൽ കൊടുത്തെങ്കിലും അവളത് നോക്കാതെയാണ് അവിടെ നിന്നും പോകുന്നത്. ഡിമോണ്ടിയുടെ ആ ഒരു സൈക്കിള് അവർ അന്നാണ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി ശ്രീനിയെ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്
അവർ കൊണ്ടുവന്നിരുന്നു. അവിടെ വെച്ച് ഒരു യജ്ഞം തന്നെ അവർ നടത്തുകയാണ്. രാഘവന്റെ വീട്ടിൽ നിന്നും ആ ബുക്ക് കണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ബുക്ക് മോഷണം പോയിരിക്കുകയാണ്. ഇന്ന് ജൂൺ 6-ാം തീയതിയാണ്. ആ ബുക്ക് കയ്യിൽ കിട്ടിയ ആരെങ്കിലും അത് വായിച്ചിട്ട് ഡിമോണ്ടി വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ വെച്ച് അവരുടെ ബലിയും നടക്കും. അത് എങ്ങനെയെങ്കിലും തടയണം. എന്നാൽ മാത്രമേ ഈ ഒരു സൈക്കിൾ ഇവിടെ നിൽക്കൂ. അതിനുവേണ്ടി പോലീസിന്റെ സഹായവും അവർ തേടുന്നുണ്ട്. ഡിമോണ്ടി ബംഗ്ലാവിലേക്ക് ആരും തന്നെ പോകാതെ അവർ പുറത്ത് കാവൽ നിൽക്കുകയാണ്. അതേസമയത്ത് ശ്രീനിയുടെ അടുത്തിരുന്ന സന്യാസിമാർ പൂജയും ആരംഭിച്ചിരുന്നു. അവരുടെ കയ്യിൽ ആ മാന്ത്രിക ആയുധവും ഉണ്ടായിരുന്നു. അങ്ങനെ ഡിമോണ്ടി വീടിന്റെ പുറത്തു നിൽക്കുമ്പോഴാകട്ടെ അകത്തുനിന്നും കുറച്ച് പെൺകുട്ടികളുടെ സൗണ്ട് അവർ കേൾക്കുന്നുണ്ട്. അവർ ഓടി അകത്തേക്ക് ചെല്ലുമ്പോഴാകട്ടെ 3 പെൺകുട്ടികൾ അവിടെ പേടിച്ച് വരച്ച് നിൽപ്പുണ്ടായിരുന്നു. 2 പേരുടെ ബോധം പോയി. ഒരാൾ മാത്രമേ സ്വബോധത്തിലുണ്ടായിരുന്നുള്ളൂ. അവരെയും കൊണ്ട് ആംബുലൻസിലേക്ക് കയറാൻ നേരത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഡിമോണ്ടിയുടെ നെക്ലസ് കിട്ടിയോന്ന്. എന്നാൽ ആ പെൺകുട്ടി ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. പെൺകുട്ടികളെയും കൊണ്ട് ഒരു വണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. പെൺകുട്ടികളുടെ കൂടെ രഘുവിന്റെ ചിറ്റപ്പന ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. പുറകെ പോയ ഡെബിയും രഘുവും ആ സന്യാസിയും സഞ്ചരിച്ച കാറാകട്ടെ ആക്സിഡന്റ് ആകുന്നു. കാർ മുമ്പോട്ടെടുക്കാൻ അവർക്ക് എന്തായാലും പറ്റില്ല. അവളാകട്ടെ തന്റെ ഡ്രൈവറിനെ വിളിച്ചിട്ട് മറ്റൊരു വണ്ടിയുമായിട്ട് അവിടേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നാൽ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പെൺകുട്ടികളെ കൊണ്ടുപോയതെന്ന് അവർക്കറിയില്ല. രഘു ചിറ്റപ്പനെ വിളിച്ചിട്ടാകട്ടെ കോള് കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് കുറച്ച് സമയം നമ്മുടെ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡെബി അവരെ റെസ്റ്റോറന്റിലേക്ക് കൂട്ടുകൊണ്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രഘുവിന്റെ ചിറ്റപ്പൻ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. ശരിക്കും എന്താണ് നടന്നതെന്ന് പറയാൻ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അത്രയും സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ആ ഡിമോണ്ടി കോളനി വീടിനുള്ളിൽ കയറുക? ഞങ്ങൾ ഒരിക്കലും അവിടേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റൽ റൂമിലായിരുന്നു. ഒരു നിമിഷം കൊണ്ടാണ് ഞങ്ങൾ ആ ബംഗ്ലാവിൽ എത്തിച്ചേർന്നത്. ആ പെൺകുട്ടികളെ ലൈബ്രറിയിൽ നിന്നെടുത്ത ബുക്കിലെ മന്ത്രങ്ങൾ പഠിച്ചപ്പോഴാണ് അവിടെ എന്തൊക്കെയോ നടക്കാൻ തുടങ്ങിയത്. ഹോസ്റ്റൽ റൂമിലിരുന്ന അവരാകട്ടെ നിമിഷ നേരം കൊണ്ട് ആ ബംഗ്ലാവിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ആ ബുക്കിന്റെ പേര് ദ അൺസങ് കിങ് ഓഫ് ദ ഫാളൻ കിങ്ഡം എന്നായിരുന്നു. ഈ ബുക്ക് തന്നെയാണ് എല്ലാവരും വായിച്ചത്. ആ സമയത്ത് ഡെബി ഇരുന്ന റെസ്റ്റോറന്റിലേക്കാകട്ടെ ഫുഡ് വാങ്ങാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അകത്തേക്ക് കയറാൻ പറഞ്ഞിട്ടും അവരാരും അകത്തേക്ക് കയറുന്നില്ല. പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് തങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്ന് ഡെബിക്കും കൂട്ടർക്കും മനസ്സിലായി. ആ ഡോറ് പോയി തുറക്കാൻ ശ്രമിച്ച ഡെബിക്കും രഘുവിനും ഷോക്ക് അടിച്ച പോലത്തെ അവസ്ഥയായിരുന്നു. അവര് തങ്ങളുടെ ഫോണിന്റെ സിഗ്നൽ നോക്കുമ്പോൾ അതിൽ സിഗ്നൽ ഇല്ല, വൈഫൈയും ഇല്ല. ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടിവികളെല്ലാം തന്നെ ഓണായി. ഫസ്റ്റ് മൂവിയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇവരെ തന്നെയായിരുന്നു ആ ടിവിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ടൈം കൊണ്ട് ആ പെൺകുട്ടികളുടെ കൂടെ ഹോസ്റ്റലിൽ പോയി ആ ചിറ്റപ്പനാകട്ടെ അവിടെ എല്ലാം പരിശോധിക്കുന്നു. ആ ബുക്ക് അവിടെ എങ്ങും തന്നെ ഇല്ലായിരുന്നു. അവർക്കത് കൊടുത്തത് ആ ലൈബ്രറിയനാണ്. CCTV ചെക്ക് ചെയ്യുമ്പോൾ ആ ലൈബ്രറിയൻ ഈ പെൺകുട്ടികൾ അവിടെ നിന്നും പോയ ശേഷം അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. വീണ്ടും ഡെബിയുടെയും രഘുവിന്റെ അടുത്തേക്ക് വരികയാണ് കഥ. അവർ ആ ടിവിയിലൂടെ അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാണുന്നു. അവിടെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനും കുട്ടിയും വരുന്നുണ്ട്. ആ കുട്ടി അകത്തേക്ക് കയറി വന്ന് ഡെബിയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുന്നു. ചേഞ്ച് എടുക്കാൻ വേണ്ടി അവൾ പോകുമ്പോഴാണ് CCTV ദൃശ്യങ്ങൾ അവൾ ശ്രദ്ധിക്കുന്നത്. ആ കുട്ടി രഘുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ രഘുവിന്റെ ഇമേജ് ആ ക്യാമറയിൽ തെളിയുന്നില്ല. ഇത് കണ്ടതും ഡെബി ശരിക്കും പേടിക്കാൻ തുടങ്ങി. മറ്റേതോ റൂമിലാകട്ടെ രഘുവിന്റെ അതേ റൂമിൽ നിന്ന് ഭിത്തിയിൽ എന്തൊക്കെയോ എഴുതുന്നതും കാണുന്നു. എന്നാൽ അവിടെ എല്ലാം തന്നെ വെള്ളപ്പുക നിറഞ്ഞു. ഡെബിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. അവിടേക്ക് വെളിച്ചം വീഴുമ്പോഴേക്കും ഡെബിയും ആ സന്യാസിയും ആ കൊച്ചുകുട്ടിയും വെവ്വേറെ റൂമുകളിലായിരുന്നു. പരസ്പരം കാണാമെന്നല്ലാതെ പരസ്പരം ഒന്നും സംസാരിക്കുന്നത് കേൾക്കാനും പറ്റുന്നില്ല, എവിടേക്കും പോകാനും പറ്റുന്നില്ല. അതിനിടയ്ക്ക് രഘു അവിടേക്ക് വരികയും ആദ്യം ആ കുട്ടിയെ കൊല്ലുകയും രണ്ടാമത് ആ സന്യാസിയെ കൊല്ലുകയും മൂന്നാമത് ഡെബിയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ടിവിയിൽ കണ്ടിട്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് അവർ 3 പേരും. ഈ സമയത്താണ് ആ പെൺകുട്ടി ആ ചിറ്റപ്പനോട് പറയുന്നത് ഡിമോണ്ടി വീട്ടിൽ പോയ ഞങ്ങൾക്ക് അവിടെ നിന്നും ആ ലോക്കറ്റ് കിട്ടിയെന്ന്. പക്ഷേ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ആ ലോക്കറ്റ് ഞാൻ രഘുവിന്റെ ഓവർകോട്ടിലിട്ടു എന്ന്. ഇത് കേട്ടതും അയാൾ പേടിക്കുന്നു. അപകടം രഘുവിന്റെയും ഡെബിയുടെയും കൂടെയാണ്. ആ സമയം രഘുവിന്റെ ആ ജാക്കറ്റ് പരിശോധിച്ച സന്യാസിക്ക് ആ ഒരു ലോക്കറ്റ് അയാളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആ CCTV ദൃശ്യത്തിൽ രഘു എന്തോ എഴുതുന്നതായിട്ട് കാണിച്ചില്ലേ, അവർ ആ റൂമിലേക്ക് പോകുന്നുണ്ട്. എല്ലാം തന്നെ തലതിരിഞ്ഞ കുരിശായിരുന്നു വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ ബലി കൊടുക്കുന്ന ആചാരങ്ങളുടെ സിംബലുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള കുറെ ആൾക്കാരെയും സന്യാസി അവിടെ കാണുന്നുണ്ട്. അയാൾ പെട്ടെന്ന് ഡെബിയെ രഘുവിനെ അവിടെ നിന്നും പുറത്തിറക്കുന്നു. ഒരു കാരണവശാലും അകത്തേക്ക് കടക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ലോക്കറ്റ് ഉപയോഗിച്ച് അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. ആ സമയത്ത് ആ ലോക്കറ്റ് നല്ലപോലെ ചൂടാകുന്നുണ്ട്. അതുപോലെ തന്നെ രഘുവിന്റെ ശരീരവും പൊള്ളാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കിടന്ന ശ്രീനിയുടെ ബെഡും അവിടെ നിന്ന് ചലിക്കാൻ തുടങ്ങിയിരുന്നു. അവിടുത്തെ സന്യാസിമാരും ആ ഒരു ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രഘുവും ഡെബിയും എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ ചിറ്റപ്പനാകട്ടെ സാമിന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ഫോൺ എടുത്ത് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ആ ഒരു ശക്തി അയാളെ ആക്രമിക്കുന്നു. ഇവിടെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരുന്ന ആ സന്യാസിയുടെ ശരീരത്തിലേക്ക് ഡിമോണ്ടിയുടെ ആത്മാവ് വന്ന് കയറുകയാണ്. അയാൾ ആ ചില്ലുകൂടെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ട് ഡെബിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. വേറെ വഴിയില്ലാതെ ഡെബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രഘു ആ സന്യാസിയെ കൊല്ലുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി രഘു തന്നെയും കൊല്ലുമെന്ന് ഡെബിക്ക് ഡൗട്ട് തോന്നുന്നു. നമ്മളെ കൂടാതെ ആ ടിവിയിൽ ഒരു പയ്യൻ കൂടി ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ വന്ന ആളുടെ കൂടെ ഒരു ചെറിയ പയ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ടിവിയിൽ കണ്ട പയ്യനായിരുന്നില്ല അത്. അപ്പൊ പിന്നെ അതാരാണെന്ന് അവർ വീണ്ടും ആലോചിക്കുന്നുണ്ട്.
അപ്പോഴേക്കും രഘുവിനെയും ഡെബിയെ അന്വേഷിച്ച് അവന്റെ ചിറ്റപ്പനും ആ പെൺകുട്ടിയും റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ അകത്തുനിന്ന് സംസാരിക്കുന്ന ഒന്നും തന്നെ അവർക്ക് കേൾക്കുന്നുമില്ല, ഇവരെ കാണുന്നുമില്ല. അവർ നോക്കുമ്പോൾ റെസ്റ്റോറന്റിനുള്ളിൽ ആരും തന്നെ ഇല്ല. രണ്ടും കൽപ്പിച്ച് രഘു ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആ ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിക്കുന്നു. എന്നാൽ ഓരോ തവണ പൊട്ടിക്കുമ്പോഴും അടുത്തൊരു വാതിൽ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോഴേക്കും കുറേയധികം വവ്വാലുകൾ അവർക്ക് ചുറ്റും വന്നു കൂടിയിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ അവരാകട്ടെ ആ ഹോട്ടലിന്റെ നടുവിലേക്ക് പോകുന്നു. ഒരു വലിയ ടേബിൾ കിടക്കുന്നിടത്ത് ആ വവ്വാലുകൾ അവിടേക്ക് മാത്രം വരുന്നില്ല. അപ്പോഴാണ് ഡെബി പറയുന്നത്, തുടക്കത്തിൽ സന്യാസി തന്ന ആ ഒരു ശിലയുണ്ടല്ലോ, മാന്ത്രിക ശില, അത് അവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അതിന്റെ പവർ കൊണ്ടാണ് ആ ഇവൽ സ്പിരിറ്റിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ രക്ഷപ്പെടാമെന്ന് രഘു പറയുന്നു. മുകളിലുള്ള ആ റൂഫ് ഏരിയ ഇല്ല, അവിടുത്തെ ഒരു ഗ്ലാസ് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അതിനുവേണ്ടി അവിടെ ഇരുന്ന ചെയറുകളെല്ലാം കൂട്ടിച്ചേർത്ത് അവൻ മുകളിലേക്ക് കയറാൻ ആരംഭിക്കുകയാണ്. ആ സമയത്ത് ആ വവ്വാൽക്കൂട്ടങ്ങളുടെ ഇടയിലായിട്ട് സാമിന്റെ ആത്മാവിനെ ഡെബി കാണുന്നു. നീ എന്തുകൊണ്ട് ആ റിപ്പോർട്ട് നോക്കാതിരുന്നതെന്ന് സാം ചോദിക്കുന്നു. നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞുണ്ട്, നീ പ്രഗ്നന്റ് ആണ്. ഇത് കേട്ടതും ഡെബി ശരിക്കും ഞെട്ടിപ്പോയി. അത്രയും നേരം ആ കസേരയിൽ പിടിച്ചുകൊണ്ടിരുന്ന അവളാകട്ടെ അവളുടെ കൈവിട്ടു. രഘു താഴേക്ക് വീഴുകയും ചെയ്തു. അവളുടെ മനസ്സിൽ അപ്പോഴാണ് സാമിന്റെ പഴയ ചിത്രങ്ങൾ ഓർമ്മ വരുന്നത്. നേരത്തെ അവർ ടിവിയിൽ കണ്ട ആ പയ്യൻ സാം തന്നെയായിരുന്നു. അവന്റെ ചെറുപ്പകാലമായിരുന്നു അത്. ഇനി മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ രഘു പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ആ ലോക്കറ്റ് ഇവിടെ കിടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു കടന്ന് ആ ലോക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാം. നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പൊയ്ക്കൊള്ളാൻ. അതേസമയം ശ്രീനിയുടെ ചുറ്റും ആ സന്യാസിമാരിരുന്നിട്ട് പൂജ ചെയ്യുകയായിരുന്നു. ശ്രീനിയുടെ ആത്മാവിന് ഒന്നും പറ്റാതെ ഇരിക്കാൻ. അതുകൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങിയ രഘുവിനും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ആ വവ്വാലുകൾക്ക് അവനെ ആക്രമിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ലോക്കറ്റ് എടുക്കാൻ പോയ രഘുവിന്റെ അടുത്തേക്ക് ഡിമോണ്ടിയുടെ ആത്മാവാണ് വരുന്നത്. അയാൾ രഘുവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. രഘു പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് ഡെബിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ ശിലയുടെ ശക്തി കാരണം അവിടെ റേഞ്ച് ഉണ്ടായിരുന്നു. അതിലേക്ക് വന്ന രഘുവിന്റെ ചിറ്റപ്പന്റെ കോൾ അവൾ അറ്റൻഡ് ചെയ്യുന്നു. എന്നിട്ട് തങ്ങൾ ഉള്ളിൽ പെട്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. അയാൾ മുകളിലെ ഗ്ലാസ് ഇളക്കി അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഡിമോണ്ടിയുടെ ആത്മാവ് ആ സന്യാസിയെയും രഘുവിനെയും ബലി കൊടുക്കാൻ കിടത്തിയിരിക്കുകയായിരുന്നു. സന്യാസിയുടെ ശരീരം കത്തിക്കരിഞ്ഞുപോയി. അതേസമയം ശ്രീനി കോമയിൽ നിന്ന് കണ്ണു തുറക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ ശരീരത്തിലും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡെബി ആകട്ടെ ഒരാളെ കൂടി കാണുന്നുണ്ട്. കണ്ണുകളും നാവുമില്ലാത്ത ഒരാത്മാവിനെ കൂടി. ശരിക്കും അയാളായിരുന്നു എല്ലാത്തിനും തലവൻ. ശ്രീനിയുടെ അടുത്ത് പൂജ ചെയ്തുകൊണ്ടിരുന്ന സന്യാസിമാര് മാന്ത്രിക ആയുധം ഉപയോഗിച്ച് അവിടെ വന്നിരുന്ന ആ ഈവിൽ സ്പിരിറ്റിനെ തടുക്കുന്നു. ആ സമയം തന്നെ ഇവിടെ രഘുവിന്റെ അടുത്തു നിന്നും ആ ഡിമോണ്ടിയുടെ സ്പിരിറ്റും പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ അവിടേക്ക് വന്നിട്ട് രഘുവിനെ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നതാണ്. അവനെ രക്ഷിക്കാൻ പരമാവധി ഡോക്ടർമാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ കോമയിലേക്ക് പോകുന്നു. ശ്രീനി ആകട്ടെ കോമയിൽ നിന്ന് ഉണരുകയും ചെയ്തു. ശ്രീനി പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും രഘു മരിക്കാൻ താൻ സമ്മതിക്കില്ല എന്ന്. അവിടെ ഡിമോണ്ടി അല്ലാതെ മറ്റൊരാത്മാവിനെ താൻ കണ്ടു എന്ന് ഡെബി അവരോട് പറയുന്നു. അയാൾക്ക് കണ്ണുകളും നാവുമില്ലായിരുന്നു. താൻ ആ ആത്മാക്കളുടെ ലോകത്ത് പോയിട്ടും അവിടെ വെച്ചും ഇതുപോലൊരു രൂപത്തെ കണ്ടിരുന്നു. എല്ലാത്തിന്റെ തലവൻ അയാളാണ്. അവരാ ബുക്ക് പിള്ളേർക്ക് കൊടുത്ത ആ ലൈബ്രറിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് അയാൾ എത്രത്തോളം ഭീകരനാണെന്ന് മനസ്സിലാകുന്നത്. വർഷങ്ങളായിട്ട് ഈ ഡിമോണ്ടിക്ക് വേണ്ടിയിട്ട് ബലി നടത്തുന്നത് അയാളായിരുന്നു. സ്വന്തം ശരീരത്തിൽ പോലും മുറിവുകൾ ഉണ്ടാക്കി രക്തം ചൊരിച്ചുകൊണ്ടാണ് അയാൾ ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. 6 വർഷത്തിലൊരിക്കൽ ആരാ ബുക്ക് വായിക്കണമെന്ന് ആ ലൈബ്രറിനായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അയാളെ പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശ്രീനി പറയുന്നുണ്ട്, അടുത്ത 6 വർഷത്തിന് ശേഷം ഈ ഒരു സൈക്കിൾ താൻ അവസാനിപ്പിക്കുമെന്ന്. അതായത് 2027. സീൻ അവിടുന്ന് കട്ടായിട്ട് ആ ലൈബ്രറിയാണ് നമ്മളെ കാണിക്കുന്നത്. അയാളുടെ കയ്യിൽ ഒരുപാട് പേരുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഇത്രയും നാൾ അയാൾ ബലി കൊടുത്ത ആൾക്കാരുടെ. അവിടെ വെച്ച് അയാൾ ഒരാളെ കൂടി ബലി കൊടുക്കുന്നു. ആ ലൈബ്രറിന്റെ മുഖം കാണിക്കാതെ മൂവിക്ക് ഒരു തേർഡ് പാർട്ട് കൂടി ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ ഇഷ്ടപ്പെട്ടതെന്ന് കൂടി കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.